ബഹിരാകാശ മേഖലയിൽ ചരിത്ര നേട്ടങ്ങളാണ് രാജ്യം കൈവരിച്ചിരിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫയർഫ്ലൈ വിക്ഷേപണം, ഉപഗ്രഹങ്ങളുടെ ബഹിരാകാശ ഡോക്കിംഗ്, IIT മദ്രാസിലെ എക്സിസ്റ്റം സെന്റർ പ്രവർത്തനം എന്നിവ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. 2025 തുടക്കത്തിൽ തന്നെ ഭാരതം ബഹിരാകാശ മേഖലയിൽ നിരവധി ചരിത്ര നേട്ടങ്ങൾ കൈവരിച്ചു. ഇന്ന് ബംഗളൂരു ആസ്ഥാനമായുള്ള ഇന്ത്യൻ ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പായ പിക്സൽ ഭാരതത്തിലെ ആദ്യത്തെ സ്വകാര്യ സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ ആയ ഫയർഫ്ലൈ വിജയകരമായി വിക്ഷേപിച്ചതായി പ്രഖ്യാപിക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. भारत ने अंतरिक्षीय क्षेत्र में कई ऐतिहासिक उपलब्धियां हासिल की हैं. आज मुझे ये बताते हुए गर्व है कि एक भारतीय स्पेस टेक स्टार्टअप बेंगलुरु के पिक्सेल ने भारत का पहला निजी सैटेलाइट कॉन्स्टलेशन फायरफ्लाई सफलतापूर्वक लॉन्च किया है. ലോകത്തിലെ ഏറ്റവും ഉയർന്ന റെസല്യൂഷനുള്ള ഹൈപ്പർ സ്പെക്ട്രൽ സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ ആണിത്. നേട്ടം ഭാരതത്തെ ആധുനിക ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ ഒരു നേതാവാക്കി മാറ്റിയെന്ന് മാത്രമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പ് കൂടിയായി. ഈ വിജയം നമ്മുടെ സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ വളരുന്ന ശക്തിയുടെയും നവീകരണത്തിന്റെയും പ്രതീകമാണ്. പിക്സൽ, ISRO, ഇൻസ്പേസ് എന്നീ സ്ഥാപനങ്ങളുടെ ടീമിനെ രാജ്യത്തിന്റെ പേരിൽ അഭിനന്ദിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ശാസ്ത്രജ്ഞർ ഉപഗ്രഹങ്ങളുടെ ബഹിരാകാശ ഡോക്കിംഗ് നടത്തി ബഹിരാകാശ മേഖലയിൽ മറ്റൊരു നേട്ടം കൈവരിച്ചു. ബഹിരാകാശ നിലയങ്ങളിലേക്കും ബഹിരാകാശത്തെ ക്രൂ ദൌത്യങ്ങളിലേക്കും സാധനങ്ങൾ അയക്കുന്നതിന് ഈ സാങ്കേതികവിദ്യ പ്രധാനമാണ്. ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി ഭാരതം മാറി. ബഹിരാകാശത്ത് സസ്യങ്ങൾ വളർത്താനും അവയെ ജീവനോടെ നിലനിർത്താനും ISRO ശാസ്ത്രജ്ഞർ പയറുവർഗ്ഗ വിത്തുകൾ തെരഞ്ഞെടുത്തു. ഡിസംബർ 30 അയച്ച ഈ വിത്തുകൾ ബഹിരാകാശത്ത് തന്നെ മുളച്ചു. ഭാവിയിൽ ബഹിരാകാശത്ത് പച്ചക്കറികൾ വളർത്തുന്നതിനുള്ള വഴി തുറക്കുന്ന വളരെ പ്രചോദനാത്മകമായ ഒരു പരീക്ഷണമാണിത്. നമ്മുടെ ശാസ്ത്രജ്ഞർ എത്രത്തോളം പുരോഗമനപരമായ ചിന്താഗതിയോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇത് കാണിക്കുന്നു. IIT മദ്രാസിലെ എക്സ്റ്റം സെന്റർ ബഹിരാകാശ നിർമ്മാണത്തിനായുള്ള പുതിയ സാങ്കേതിക വിദ്യകളിൽ പ്രവർത്തിക്കുന്നു. 3D പ്രിന്റഡ് ബിൽഡിംഗ്സ്, മെറ്റൽ ഫോംസ്, ബഹിരാകാശത്തെ ഒപ്റ്റിക്കൽ ഫൈബറുകൾ തുടങ്ങിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് ഈ കേന്ദ്രം ഗവേഷണം നടത്തുകയാണ്. വെള്ളമില്ലാതെ കോൺക്രീറ്റ് നിർമ്മിക്കുന്നത് പോലുള്ള വിപ്ലവകരമായ രീതികളും ഈ കേന്ദ്രം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എക്സ്റ്റീമിന്റെ ഈ ഗവേഷണം ഭാരതത്തിന്റെ ഗഗൻയാൻ ദൌത്യത്തെയും ഭാവി ബഹിരാകാശ നിലയത്തെയും ശക്തിപ്പെടുത്തും. ഇത് നിർമ്മാണത്തിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ പുതിയ വഴികൾ തുറക്കുകയും ചെയ്യും. ഭാവിയിലെ വെല്ലുവിളികൾക്ക് പരിഹാരം കാണുന്നതിൽ ഭാരതത്തിലെ ശാസ്ത്രജ്ഞരും സംരംഭകരും എത്രത്തോളം ദീർഘവീക്ഷണമുള്ളവരാണെന്നതിന്റെ തെളിവാണ് ഈ നേട്ടങ്ങളെല്ലാം. ഇന്ന് നമ്മുടെ രാജ്യം ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയാണ്. ഭാരതത്തിലെ ശാസ്ത്രജ്ഞർക്കും യുവ സംരംഭകർക്കും രാജ്യത്തിന്റെ പേരിൽ ആശംസകൾ നേരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.